തമിഴ്നാട്ടിലെ വളരെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് നാഗൂർ ദർഗ. മലയാളികൾ ഉൾപ്പെടെ ധാരാളം ആളുകൾ നൂറ്റാണ്ടുകളായി സന്ദർശിക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ വളരെ പ്രസിദ്ധമായ ദർഗ സന്ദർശിക്കാനാണ് വിശ്വാസികൾ കൂടുതൽ പേരും അവിടെ എത്തുന്നത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചില ആചാര രീതികളാണ് നമുക്ക് ഈ ദർഗകളിൽ പൊതുവെ കാണാൻ കഴിയുന്നത്. തമിഴ്നാട്ടിലെ മിക്ക ദർഗകളും ശരിക്കും ഒരു ആരാധന കേന്ദ്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇസ്ലാമിൻ്റെ ഉത്ഭവസ്ഥലമായ അറേബ്യൻ നാടുകളിൽ ഇതുപോലുള്ള ആചാര രീതികളൊന്നും നമുക്ക് കാണാൻ കഴിയുകയില്ല. എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഇവിടെ പ്രാർത്ഥിക്കാനും അനുഗ്രഹം തേടാനും ഒക്കെ എത്താറുണ്ട്. അവിടുത്തെ ആചാരങ്ങളും വിശ്വാസ രീതികളും ഇസ്ലാമിക സൂഫി പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണെങ്കിലും പ്രാദേശികമായ ചില സാംസ്കാരിക സ്വാധീനങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ ഈ ആചാര രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് അവിടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായ ഒരു ചടങ്ങാണ്. അസ എന്നറിയപ്പെടുന്ന ഒരു വടിയാണ്. അപ്പം ഈ വടി തൊട്ട് വണങ്ങുന്നത് വിശ്വാസികൾ വലിയൊരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. വടി തൊട്ട് വണങ്ങിയതിന് ശേഷം അവിടെ നിൽക്കുന്നവർക്ക് കാണിക്ക സമർപ്പിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേക രീതിയിൽ വേഷമൊക്കെ ധരിച്ച് ഈ 4 ആൾക്കാരാണ് ഈ ദർഗയുടെ മുന്നിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ കയ്യിലും ഓരോരുത്തരുടെ കയ്യിലും ഓരോ വടികളുണ്ട്. അപ്പോൾ ഈ വിശ്വാസികളായിട്ടുള്ള ആളുകൾ വന്ന് ഈ വടിയൊക്കെ തൊട്ട് വണങ്ങി കാണിക്ക സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ നിൽക്കുന്നത്. അതുപോലെ അവിടെയുള്ള മറ്റൊരു ചടങ്ങാണിത്. പല വിശ്വാസികൾ അവരുടെ പല പല ആഗ്രഹങ്ങൾ സഫലീകരണത്തിന് വേണ്ടി വിശ്വാസത്തിൻ്റെ ഭാഗമായി പൂട്ടുകളാണ് പല സ്ഥലങ്ങളിലും പൂട്ടുകൾ കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുന്നത് കാണാം. ഇതും അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതുപോലെ പല ആളുകളും അവരുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ചരടുകൾ മന്ത്രിച്ച് വാങ്ങുന്നതും ഒക്കെ ഇവിടെ കാണാൻ കഴിയും. അതിനുവേണ്ടിയും പ്രത്യേകം ആളുകൾ ഉൾക്കൊണ്ട് അവരുടെയൊക്കെ ചെന്നാൽ അവർ ചരടുകളൊക്കെ മന്ത്രിച്ച് കൊടുക്കുന്നതാണ്. അതുപോലെ അവിടുത്തെ മറ്റൊരു ചടങ്ങാണ് വരുന്ന ആളുകളുടെ തലയിൽ ചൂര് പോലുള്ള ഒരു സാധനം വെച്ചിട്ട് എന്തോ മന്ത്രിച്ച് കൊടുക്കുന്നതും അതുപോലെ തന്നെ പ്രസാദം പോലെ വെറ്റില അവർക്ക് തിരികെ കൊടുക്കുന്നതും ഒക്കെ കാണാൻ കഴിയും. അതുപോലെ എനിക്ക് വളരെ വിചിത്രമായി തോന്നിയ ഒരു കാഴ്ചയാണിത്. ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ച തന്നെയാണ്. റൂഫിൽ നിന്നും താഴേക്ക് ഒരു ചങ്ങല തൂക്കിയിട്ടിരിക്കുന്നു. ആളുകൾ കൊണ്ടുവരുന്ന കുപ്പിയിലെ വെള്ളം ഒരു പാത്രത്തിൽ നിറച്ച് മുകളിലെ ചങ്ങലയിൽ മുക്കിയെടുത്തതിന് ശേഷം വീണ്ടും കുപ്പിയിൽ നിറച്ചു കൊടുക്കുന്നു. പകരമായി ആളുകൾ കാണിക്കയൊക്കെ നൽകുന്നുണ്ട്. വെള്ളം പല രോഗങ്ങൾക്കും പരിഹാരമുണ്ടാക്കുന്നു എന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. അതുപോലെ പല ആളുകളും ഈ മക്ബറയുടെ മുന്നിൽ ഭക്തിയോടെ കൈകൂപ്പി നിൽക്കുന്നതും അതുപോലെ തന്നെ തൊട്ട് വണങ്ങുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. പകരമായി എണ്ണയാണെന്ന് തോന്നുന്നു അവർക്ക് പ്രസാദം പോലെ കൊടുക്കുന്നതും ഒക്കെ കാണാം. ചില ആളുകൾ വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുന്നതും ഒക്കെ കാണാം. ഇതൊക്കെ വളരെ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നിന്നും വളരെ വ്യത്യസ്തമായ ചില കാഴ്ചകളാണ്. അതുപോലെ വിശ്വാസികൾ പലരും മക്ബറയിൽ സമർപ്പിക്കാനായി പലതും കാണിക്ക പോലുള്ള എന്തോ സംഭവങ്ങളൊക്കെ താലിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ രോഗശാന്തിക്കായി രൂപങ്ങൾ സമർപ്പിക്കുന്നതും ഇവിടുത്തെ ഒരു പ്രധാന നേർച്ചയാണ്. അതുപോലെ നേർച്ചയായി പലരും ഇവിടെ വന്ന് തല മുണ്ടനം ചെയ്ത് ഇവിടുത്തെ കുളത്തിൽ കുളിച്ച് ചന്ദനം ഒക്കെ പുരട്ടാറുണ്ട്. ഇതുപോലുള്ള പല പല രീതിയിലുള്ള ആചാര രീതികളാണ് ഈ നാഗൂർ പോലെയുള്ള ദർഗകളിൽ പലപ്പോഴായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ പ്രധാന ഒരു ആഘോഷമാണ് കന്തൂരി എന്ന് പറയുന്നത്. ഇവിടുത്തെ ആണ്ട് നേർച്ചയാണ്. ചന്ദനക്കുട ഘോഷയാത്രയാണ് ഈ കന്തൂരി ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ചടങ്ങ്. പൊതുവെ ഇസ്ലാമിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നതായി കാണാൻ കഴിയില്ല. എന്നാൽ ഇവിടെയുള്ളവർക്ക് ഇതിനൊക്കെ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട പല പല ന്യായീകരണങ്ങൾ ഒക്കെ പറയാനുണ്ട്. തദ്ദേശീയമായ ചില ആചാര രീതികളാണ് ഇവിടെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാണുന്ന സ്ഥലങ്ങളിലെല്ലാം വണങ്ങുകയും അതുപോലെ തന്നെ വഴിപാടായി പൈസകൾ കൊടുക്കുന്നതും ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. നിസ്കരിക്കുന്ന പള്ളിയിൽ സ്ത്രീകൾക്ക് വിലക്കുണ്ടെങ്കിലും പള്ളിയുടെയും മക്കാമിൻ്റെയും 4 ചുറ്റും വിശ്വാസത്തിൻ്റെ ഭാഗമായ സ്ത്രീകൾ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വന്ന് കിടക്കുന്നത് കാണാം. ഇവിടെ ജാതി മത ഭേദമന്യേ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ഒരു ആരാധനാ കേന്ദ്രമായി ഇവിടെ മാറിയിരിക്കുകയാണ്.